എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ OTT റിലീസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെക്കുറിച്ചാണ്. മോഹൻലാൽ നായകനായി അവസാനം ഇറങ്ങിയ സിനിമയായിരുന്നു ബറോസ്. ഈ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ബറോസ് സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് 19 മിനിറ്റ്സ് എന്ന സിനിമയെക്കുറിച്ചാണ്. ആരെയാണ് സിനിമയിലെ നായിക? ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തിട്ടിട്ടുണ്ട്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തിരുമാണിക്കം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. സമുദ്രകനി അനന്യാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 24-ന് മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കാതിലേക്ക് നേരമില്ല എന്ന സിനിമയെക്കുറിച്ചാണ്. ജയദേവി നിത്യ മേനോനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 2nd വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. ഭാവന നായികയായ സിനിമയായിരുന്നു ഹണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം ഇപ്പോൾ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരി ലാസ്റ്റ് വീക്കിൽ ഹണ്ട് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ഹണ്ട് എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ആമസോൺ പ്രൈം, സോണി ലീവ് ഇവയിൽ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഫെബ്രുവരി 2nd വീക്കിൽ രേഖാചിത്രം OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ദിലീപാണ് സിനിമയിലെ നായകൻ. സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഡിസംബറിലാണ് ആമസോൺ പ്രൈം ബാന്ദ്ര സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടത്. ഇതിനുശേഷം സിനിമ റിലീസാക്കിയിട്ടില്ല. ജനുവരിയിൽ തന്നെ ബാന്ദ്ര സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇന്ന് ബാന്ദ്ര റിലീസാകാൻ സാധ്യതയുണ്ട്. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഒരു ഗാങ്സ്റ്റർ മൂവിയാണിത്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടു. അവസാനത്തെ ഒരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചതാണ്. ഉണ്ണിമുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ASRTV ലഭിച്ച സിനിമയാണ് മാർക്കോ. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് റെക്കോർഡ് തുകയ്ക്ക് മാർക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും മാർക്കോ സിനിമയുടെ റിലീസ്. എക്സ്പയറി ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 അല്ലെങ്കിൽ ഫെബ്രുവരി 5-ന് മാർക്കോ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസായേക്കും. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.